എന്റെ കുട്ടിക്ക് ശാപ 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 മറ്റാരും കാണാതെ മുഞ്ചാരെ പൂച്ചാർത്താതെ മാനത്തെ മാലിത്തേരിൽ മാറിക്കൂത്താടാം. എന്തോന്ന് കാണിച്ച അല്ല എന്റെ അതല്ല കുട്ടിക്ക് ശാപാന്ന് പറഞ്ഞത്. ഇനി വന്നേ മോള്. എന്താ മുത്തശ്ശി ശാപത്തിന്? ചാടിത്തുള്ളി നടക്കരുത്. ഇല്ലയോ? പണ്ടത്തെ പോലല്ല. ഈ മുത്തശ്ശിക്ക് വയ്യാണ്ടായിരിക്കണു ഉണ്ണിയോളെ. കഴിഞ്ഞ കൊല്ലം വരെയും ചടപട ശങ്കരനോട് ചോദിക്കും എവിടെ പോവാന്ന്, നള്ളിയോട് ചോദിക്കും എവിടെ പോവാന്ന്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. കുത്തിയിരുന്ന് രാമായണം വായിക്കാൻ പോലും വയ്യാണ്ടായിരിക്കുന്നു. സുമതി മുത്തശ്ശി ഒരു കാര്യം ചെയ്യണം. എന്താ? ഒരുപാട് അങ്ങനെ കുനിഞ്ഞു നിൽക്കരുത്. നാട്ടുകാർ വരിക്കും ഇതായിരിക്കും സുമതി വളവെന്ന്. എന്റെ കുട്ടിക്ക് ശാപ 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 ശാപ. നമ്മൾ എന്തുപോലെ സ്നേഹിച്ചിരിക്കൂല്ലേ, എന്തുപോലെ നമ്മൾ ഇന്ന് ഒളിച്ചോടും. കയ്യെ പൈസ വേണ്ട ഒളിച്ചോടാനെ കൊണ്ട്. ഇന്ന് ഞാൻ ഇവിടെ ജോലിക്ക് നിന്ന് കഴിഞ്ഞാൽ 500 രൂപ കിട്ടും. നമുക്ക് ഒളിച്ചോടി ജീവിക്കാം, അത് പോരെ ഇടിയത്. അതുകൊണ്ടല്ലേ ഞാൻ ഇന്ന് വന്നത്. എന്തുവാ ഞാൻ നിന്നോടൊരു കാര്യം പറയാം. നിന്റെ അടുത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ മാറിയിരുന്നേ. നമ്മൾ ഒളിച്ചോടി കല്യാണം കഴിക്കുമ്പോൾ ഈ പാചകത്തിൽ ഞാൻ ഈ നശിച്ചവനെ ഞാൻ വിളിക്കത്തില്ല കേട്ടോ. ഈ നമ്മൾ എന്തുപോലെ സ്നേഹിച്ചിരിക്കൂല്ലേ, എന്തുപോലെ നമ്മൾ ഇന്ന് ഒളിച്ചോടും. കയ്യെ പൈസ വേണ്ട ഒളിച്ചോടാനെ കൊണ്ട്. ഇന്ന് ഞാൻ ഇവിടെ ജോലിക്ക് നിന്ന് കഴിഞ്ഞാൽ 500 രൂപ കിട്ടും. നമുക്ക് ഒളിച്ചോടി ജീവിക്കാം, അത് പോരെ ഇടിയത്. അതുകൊണ്ടല്ലേ ഞാൻ ഇന്ന് വന്നത്. എന്തുവാ ഞാൻ നിന്നോടൊരു കാര്യം പറയാം. നിന്റെ അടുത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ മാറിയിരുന്നേ. നമ്മൾ ഒളിച്ചോടി കല്യാണം കഴിക്കുമ്പോൾ ഈ പാചകത്തിൽ ഞാൻ ഈ നശിച്ചവനെ ഞാൻ വിളിക്കത്തില്ല കേട്ടോ. ഈ നമ്മൾ എന്തുപോലെ എനിക്ക് കാണണം, എനിക്ക് കാണണം, എനിക്ക് കാണണമേ. എങ്ങനെ കാണും? ഞാനൊരു മഴയായി പെയ്തിറങ്ങും അവിടെ. അവനത് കർക്കിട ഞാൻ ബാത്റൂമിൽ പോയിട്ട് വരാം. ആരാ ഇപ്പൊ ഒരു വോയിസ് ഓവർ തന്നില്ലയോ, അതിന് ഓണറാ. ഇതെങ്ങനെ ഇവിടെ വന്നു? പത്തായത്ത് നെല്ല് കടന്നാൽ പാലക്കാടൊന്നും എലി വരുമല്ലോ. മനസ്സിലായില്ല. ഏത് കാരാഗ്രഹത്തിൽ കിടന്നെന്ന് പറഞ്ഞാൽ പ്രണയം അത് കുത്തി തുറന്ന് ഇറങ്ങി വരും. അതാ ഈ കൂടെ ഒന്നും ചോദിക്കില്ലേ, ഞാൻ ഇവിടെ വരണം, എന്നാലേ ഇത് നടക്കത്തുള്ളൂ. അതുകൊണ്ടാ. അജയഘോഷേ 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 അജയഘോഷനെയാ പേര്. അജയഘോഷ്. എന്താ പേര്? നല്ല സുന്ദരൻ, അവക്ക് കൊടുക്കണ്ടായിരുന്നു. ചാന്ദിനി മേനോൻ. ചാന്ദിനി മേനോൻ. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഇഷ്ടമാണ്. മൊത്തം തിന്നോ? തുണി തന്നെ. തുണി തിന്നല്ല, എനിക്ക് ഇഷ്ടമായി. എന്നെ ഇഷ്ടമായ മരിച്ചത് അത് മാത്രം ചോദിക്കല്ലേ മോനെ. അല്ല, ഈ മരിച്ച എങ്ങനെയൊന്ന് പറയാ. അത് മാത്രം ചോദിക്കല്ലേ മോനെ. അറിയാൻ വേണ്ടി പറയാമ്മ. ഒരാള് പറയൂലെന്ന് പറയുമ്പോ എന്തിനാണ് അവരെ ബുദ്ധിമുട്ടിക്കുന്നത്? അമ്മയ്ക്ക് അച്ഛൻ മരിച്ച കാര്യം പറയാൻ ബുദ്ധിമുട്ടുണ്ട്. അമ്മയ്ക്ക് പറയാൻ പറ്റോ? അല്ല. കുളിക്കടവില് പെണ്ണുങ്ങളെല്ലാം കൂടെ സോപ്പിനെറിഞ്ഞു കൊന്നെന്ന് പറയാൻ പറ്റോ? അത് അവര് പറയത്തില്ല. സോപ്പൊക്കെ എറിഞ്ഞ ഒരാൾ മരിക്കൂ? ഒരു സോപ്പാണ്, പിന്നെ ഒരു ലോഡ് പെണ്ണുങ്ങൾ കൂട്ടം കൂടി സൂപ്പർ എറിഞ്ഞു കഴിഞ്ഞാ സോപ്പ് അണ്ണാക്കിലിരുന്നല്ലേ മരിച്ച. എങ്ങനെ മരിച്ചാലും ലാഭം ഉണ്ടാക്കിയിട്ടല്ലടാ നിന്റെ അച്ഛൻ പോയത്. ഭയങ്കര ലാഭമായിരുന്നു. എന്തോന്ന് ലാഭം? ബോഡി കുളിപ്പിക്കാൻ നേരത്ത് സോപ്പ് മേടിക്കേണ്ടി വന്നില്ല, വായി തന്നെ ഉണ്ടായിരുന്നു. അല്ല, ഈ പിന്നെ ഇവക്ക് അഭിനയിക്കാൻ ഭയങ്കര കഴിവാണ്. പിന്നെ ഞാൻ പറയുന്നത് ഇതാണ് പിന്നെ ഇവക്ക് അഭിനയിക്കാൻ ഭയങ്കര കഴിവാണ്. പിന്നെ ഞാൻ പറയുന്നത് മാഷറിയോ, ഇവൾ എന്റെ പോക്കറ്റിൽ നിന്ന് പൈസ അടിച്ച് മാറ്റിട്ട് ഞാൻ പൈസ എടുത്തോടെ ചോദിക്കുമ്പോൾ ഇവളുടെ ഒന്നും അറിയാൻ മേലാത്തൊരു നിപ്പുണ്ട്. എന്നാ അഭിനയാന്നറിയോ? പിന്നെ അതായത് പ്രധാനമായിട്ട് 9 രസങ്ങളാണ് ഇതിലുള്ളത്. എനിക്ക് ഇതുവരെ ഒറ്റ രസം തന്നിട്ടുള്ളൂ, തക്കാളി രസം. അതെനിക്ക് തികച്ചു കഴിക്കാൻ പറ്റില്ല. മുഴുവൻ കറിവേപ്പിലും വെളുത്തുള്ളിയൊക്കെ മീശ തട്ടി നിൽക്കുവാണ്. കോളേജ് മുമ്പ് 8 രസത്തിന്റെ റെസിപ്പി മാഷോട് എഴുതി മേടിച്ചു. എന്റെ പൊന്നിയായിട്ട് അതല്ല, ചോറിൽ ഒഴിക്കുന്ന രസമല്ല പറഞ്ഞത്. നമ്മളിങ്ങനെ അഭിനയിക്കില്ലേ, ചിരിക്കാ, കരയാ, ദേഷ്യപ്പെടാം, ഭാവം, അതിനാണ് രസം എന്ന് പറഞ്ഞത്. പറഞ്ഞേക്കൊല്ലു, വരച്ചേക്കൊല്ലേ കളം ഭരതമുനി ഒരു കളം ഞാൻ സത്യത്തെ ആലോചിക്കണം, ഈ ഭരതമുനി എന്തിനാണ് കളം വരച്ചത്? എന്താ വെച്ചാ ഞാന് അല്പം എവിടുന്ന് കിട്ടി? അല്പം എന്നാണോ പറഞ്ഞേ? അല്പം പറഞ്ഞു വരട്ടെ. അല്പം കഞ്ഞി കുടിച്ചു. അല്പം കഞ്ഞി കുടിച്ചിട്ട് ഇരിക്കുവാ. കൂട്ടിയിരിക്കുന്നത് ആരാ? കൂട്ടിരിക്കുന്ന എന്റെ മൂത്ത മോൻ. അതാണ് ഞാൻ ചോദിച്ചേ. ഓ, ഇളയവനോ? ഇളയവൻ അവളെ കൂട്ടിരിക്കുവാ. എടാ, നിന്റെ കൂടെ ഇവിടെ ആശുപത്രി കൂട്ടിയിരിക്കുന്ന ആരാ? നമ്മക്ക് ആരെങ്കിലും ഉണ്ടോ കൂട്ടിരിക്കാൻ? എല്ലാവർക്കും നമ്മുടെ പൈസ മതി. എന്റെ സഹോദരങ്ങൾ പോലും ഇല്ലയോ? ഓ, ഒരു പെങ്ങളുണ്ട്. അവളെ കെട്ടിച്ചേക്കുന്നേ അങ്ങ് തെങ്ങമത്താ. ഞാനാന്നോ? അന്നേരം പരിചയമുണ്ടോ? സംസാരിക്കും. ഇല്ല, പറ. ഈ ചെറുക്കനാണെങ്കിലേ മദ്യപാനിയവൻ.
മദ്യം പോട്ടെന്നാ കുഴപ്പമില്ല. പോട്ടെ. പക്ഷെ ഇപ്പൊ ഈ ഇടയ്ക്കുണ്ട് ഇവൻ പറയാൻ മൂത്ത ചെറുക്ക അവന്റെ അങ്ങ് സംശയോ എന്താ ചെയ്യാൻ പറ്റുമെന്നാ? എടാ അതിനൊക്കെ ഒരു ടെസ്റ്റ് ഉണ്ട്. എന്നാ ടെസ്റ്റാ? DDT ടെസ്റ്റ്. നിങ്ങൾ പറ്റുന്നത് ഉറുമ്പ് കുഞ്ഞിനെയാണോ? അല്ല ഇയാള് നിനക്ക് എന്തുവായിരുന്നു പണി എന്തുവാ അത്? അണ്ണാ എനിക്ക് പെയിന്റിങ്ങിന്റെ പണിയായിരുന്നു. ആ. എനിക്ക് ഗുരു ഉണ്ടായിരുന്നു പെയിന്റിങ് പണിക്ക്. ആ. ഈ പുള്ളിക്കാരന്റെ കൂടെ കഴിഞ്ഞ ആഴ്ച ഞാൻ പണിക്ക് പോയത് ആ. സ്വർണ്ണക്കടക്ക് പെയിന്റ് അടിക്കാൻ വേണ്ടി എന്നെ വിളിച്ചോണ്ട് പോയി. ആ. അണ്ണാ എന്റെ അകത്ത് ഞാൻ ഇങ്ങനെ പെയിന്റ് അടിച്ച് ഇങ്ങനെ വരുവാ. ആ. അപ്പൊ ഭിത്തിക്കകത്ത് എഴുതി വെച്ചേക്കുന്ന എന്തുവാ? പണിക്കൂലി കുറവാണ്. ആ. അപ്പോഴേ ഞാൻ പ്രശ്നം കഴുകി. എടാ പൊട്ട നിന്റെ പണിക്കൂലി അല്ല കുറവ്. പിന്നെ അവിടെ പണിയുന്ന സ്വർണത്തിന്റെ പണിക്കൂലിയാ കുറവ്. ഓ. നിനക്കൊരു ടച്ച് കിട്ടത്തില്ലായിരുന്നോ? ഞാൻ അന്നേ ഇറങ്ങി വന്നപ്പോ പറ്റിയത് ഈ ആക്സിഡന്റ്. അണ്ണ എന്തോ ചോദിച്ചെന്നാ? അറിയോ അവള് പറഞ്ഞ എന്തോന്നറിയാമോ? അവർക്ക് ക്ലിയർ ആയിട്ട് അറിയത്തില്ല. അവളിപ്പം പറയുന്നത് ഗ്രൂപ്പിൽ ഇട്ടിട്ട് എന്തുവാന്ന് വെച്ചാൽ പറയാന്നാ പറഞ്ഞു. വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇട്ടിട്ട് എന്ത് അവൾ പറയുവോ? എനിക്കറിയത്തില്ല പറഞ്ഞാൽ നല്ലത്. ഈ സംഭവം ഞാൻ നേരത്തെ ഞാൻ അറിഞ്ഞതാ. എന്തുവാ? സുമതിനെ മോൾ ഒളിച്ചോടി കളയല്ലയോ? നീ എങ്ങനെ അറിഞ്ഞു? അവള് ഗ്രൂപ്പ് ഇട്ടിട്ടുണ്ടല്ലോ സുമതി തന്നെ. ആ എന്നിട്ട് സുമതി എന്തോ പറഞ്ഞ ചെയ്യോട് ആരും അറിയരുതെന്നല്ലയോ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ ഇവൾ 10 പേരോട് പറയുമല്ലോടി. അത് പറയും. എന്നിട്ട് ഇവളെ ഒതുക്കത്തി കൊണ്ടു വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇട്ടിരിക്കുന്നു. 250 പേരുള്ള ഒരു ഗ്രൂപ്പിൽ ചെയ്ത കാര്യമല്ലോ അവള്. അവൾ അവിടെ വീട്ടിൽ ഒരു വിഷയം ഉണ്ടായപ്പോ അവൾ 250 പേര് അടങ്ങുന്ന ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് അങ്ങ് ഒതുക്കി. നമ്മളെ വിഷയം ഇവര് 10 പേരോട് പറഞ്ഞു. 10 പേരോട് പറഞ്ഞാലും അതിന്റെ ആവശ്യമില്ല. അവിടെ അങ്ങനെ വിട്ട് കളിക്കരുതല്ലോ. 17 വർഷങ്ങൾക്ക് മുമ്പ് മലമ്പനി വന്നു. മലമ്പനിയോ? ആഹാ. അന്ന് ആ ഡോക്ടർ പറഞ്ഞ എന്തോന്നറിയാമോ? റെസ്റ്റ് എടുക്കണമെന്ന്. അതിന് റെസ്റ്റ് എടുത്തോണ്ടിരിക്കുക 17 വർഷമായിട്ട്. ഇത് വേറെ ഏതെങ്കിലും ഡോക്ടറെ പോയി കണ്ടിട്ട് ഇറങ്ങി പണിക്ക് പോകാൻ നോക്കണ്ട. എടാ ഈ ഡോക്ടർ പറയണ്ടേ? അത് ഞാൻ റെസ്റ്റ് എടുക്കണ്ട മതിയെന്ന് പറയണ്ടേ? അതെന്തോന്ന് ചോദിക്കട്ടെ. ആ ഡോക്ടർ ഇല്ലയോ ആ. എന്റെ ഓമനക്കുട്ട മരിച്ചുപോയി. അയ്യ. അതെന്റെ കുഴപ്പമാണോ? അപ്പൊ വേറെ ഡോക്ടറും പോയി കാണ്. അതെനിക്ക് വിശ്വാസം പോരാ. വ്യാജ ഡോക്ടർ ഉള്ള കാലവാ. മനസ്സിലായോ? ഒന്നാം രണ്ടാം അല്ലെങ്കിൽ പിന്നെ ഈ ഡോക്ടർ മരിക്കുന്നതിന് മുമ്പ് അപ്പൊ ആ ഡോക്ടറെ പറഞ്ഞ് ഏൽപ്പിക്കണം. അസുഖം വരുന്നുണ്ട് അവന്റെ കാര്യം ഒന്ന് നോക്കിക്കോണേ എന്നൊന്ന് പറഞ്ഞു. അതുമില്ല. 17 വർഷങ്ങൾക്ക് മുമ്പ് മലമ്പനി